ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല ടേസ്റ്റിയായ ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ആണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് കീമയാക്കി എടുക്കണം ചിക്കൻ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് എന്തായാലും ഇടണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ, സ്കിപ്പാക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട്, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും സവാളയിലൊന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല ചിക്കൻ ഇങ്ങനെ വേവിക്കാണ്ട് ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്, അടിപൊളിയാണ്. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിൽ വേണ്ടി നമുക്കൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കൈനെ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മാവും ഉപ്പെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അതേപോലെ തന്നെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കാം. മൈദ അത്ര ഇഷ്ടമില്ലാത്തവർ ആട്ട വെച്ചിട്ടും ചെയ്യാം, പക്ഷെ മൈദൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മൈദ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാൻ മുഴുവനൊന്ന് കുഴച്ചെടുക്കട്ടെ. അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല കുഴച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് നോക്കണേ സോഫ്റ്റ് ആയിട്ടുണ്ടോന്ന്. ഇപ്പം നന്നായിട്ട് ബോളായി വരുന്നുണ്ട്. ഇനിയൊന്ന് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ പൂരീൻ്റെ എല്ലാം ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം പരത്താൻ, കട്ടി ഉണ്ടാവരുത്. പൂരീൻ്റെ ആ ഒരു ഷേപ്പിൽ ബോൾ എടുത്താൽ മതി. ഇപ്പം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ മസാലയാണ് എടുത്തിരിക്കുന്നത്. മസാല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഷേപ്പിൽ ആക്കിയെടുക്കണം. ഇപ്പം മോമോസ് പല ഷേപ്പിലും ഉണ്ട്. അപ്പം ഞാൻ ഇതുപോലെ കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചുറ്റിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡല് ഷേപ്പാക്കി എടുത്താൽ മതി. ഇതുപോലെ ആക്കിയതാണ് ഞാൻ. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടും. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ആക്കിയെടുക്കണം. അങ്ങനെ ഞാൻ മോമോസ് മുഴുവനും റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിൽ മുഴുവനും ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും ആക്കിയെടുക്കാം. ഞാൻ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ മൊത്തം ഒന്ന് സ്പ്രെഡാക്കി എടുക്കുക എല്ലാവരുടെയും. ഓയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അവിടെ ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഫുള്ള് മോമോസ് വെച്ച് കൊടുക്കാം. എല്ലാ മോമോസും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വലിയ വലിയ മോമോസാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മോമോസും
ഉണ്ടാക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു 10-25 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. അങ്ങനെ കറക്റ്റ് 25 മിനിറ്റ് കൊണ്ട് എനിക്കെൻ്റെ മോമോസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ചട്നി ഉണ്ടാക്കണം. അതിനൊരു ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 3-4 മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ വിനെഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ തക്കാളി വേവിച്ചപ്പോൾ അതിൻ്റെ തോല് റിമൂവ് ചെയ്തിട്ടുണ്ട് വെന്ത ശേഷം. അങ്ങനെ നമ്മൾ ആ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി മോമോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മോമോ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഈ ചട്നിയും കൂടി ഉണ്ടാക്കുക. അപ്പോൾ അതിന് മോമോയുടെ റിയൽ ടേസ്റ്റ് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് എല്ലാവർക്കും കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.